ഗാസയിലെ വർദ്ധിച്ചുവരുന്ന മാനുഷിക പ്രതിസന്ധിയിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്ര സംഘടന ഇസ്രയേലിന്റെ ഉപരോധത്തെ തുടർന്ന് ഗാസ മുനമ്പിലേക്കുള്ള സഹായം മുടങ്ങിയിട്ട് 9 ആഴ്ചകൾ പിന്നിട്ടിരുന്നു. ഭക്ഷ്യശേഖരങ്ങൾ കാലിയായതോടെ ഗാസയിലെ കുട്ടികൾ ഗുരുതര പോഷകാഹാരക്കുറവാണ് നേരിടുന്നത്. അവശ്യവസ്തുക്കളുടെ ക്ഷാമം ഗാസൻ ജനതയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നുവെന്നും UN ഏജൻസി പറഞ്ഞു. വെടിയുണ്ടകളും മിസൈലുകളും കൊല്ലാത്തവരെ പട്ടിണിക്കിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന യുദ്ധം. ഐക്യരാഷ്ട്രസഭയുടെ സഹായ ഏകോപന വിഭാഗമായ OCHA തലവൻ ജോനാഥൻ വിറ്റാൽ ഗാസയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ: അതിർത്തി കവാടങ്ങളടച്ച ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം പൂർണ്ണമായി വിച്ഛേദിച്ചത് മാർച്ച് 2-നാണ്. ഗാസ മുനമ്പിലെ 2.3 ദശലക്ഷം വരുന്ന നിവാസികളെ കടുത്ത ക്ഷാമത്തിലേക്കാണ് ഇത് തള്ളിവിട്ടത്. صغيرة عشان أقدر أشيلها وأنا مروحة المكان طلع بعيد 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 إيش بيروحني. ഭക്ഷ്യസംഭരണശാലകൾ ശൂന്യമാണ്. ജനുവരിയിലെ വെടിനിർത്തലിന്റെ സമയത്ത് ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കളെല്ലാം കാലിയായി. ശുദ്ധജലമില്ല. കിണറുകൾ ഉപയോഗശൂന്യമാണ്. തെരുവുകളിൽ കെട്ടിടാവശിഷ്ടങ്ങൾ കുന്നുകൂടുന്നു. ഇന്ധനവും യന്ത്രങ്ങളുമില്ലാതെ മൃതദേഹങ്ങൾ പോലും നീക്കം ചെയ്യാനാകില്ല. കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ ടെന്റുകളില്ലാതെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ താമസിക്കേണ്ട ഗതികേടിലാണ്. ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ മരുന്നുകളോ ചികിത്സാ ഉപകരണങ്ങളോ ഇല്ല. ഗാസയിലെവിടെയും ഇന്ന് അതിജീവനം സാധ്യമല്ല. UN-ന്റെ അഭയാർത്ഥി ഏജൻസിയായ യുനർവയുടെ റിപ്പോർട്ട് പറയുന്നു. ഭക്ഷ്യവിതരണത്തിലെ ഇടിവ് മൂലം ഗാസയിലെ കുട്ടികളിൽ പോഷകാഹാരക്കുറവ് വർദ്ധിക്കുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. അടുത്തിടെ വടക്കൻ ഗാസയിലെ 1000 കുട്ടികളിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതര പോഷകാഹാരക്കുറവുള്ള 80 കേസുകൾ കണ്ടെത്തി. വിവിധ സഹായ സംഘടനകളിൽ നിന്നും സൂപ്പ് കിച്ചണുകളിൽ നിന്നുമുള്ള ഭക്ഷണ വിതരണത്തെ ആശ്രയിച്ചാണ് ഗാസൻ ജനത ഇന്ന് പട്ടിണിയോട് പൊരുതുന്നത്. ദിവസങ്ങളുടെ പട്ടിണിക്കൊടുവിൽ ഭക്ഷണത്തിനായി കൈനീട്ടുന്നവരിൽ കുഞ്ഞുങ്ങളുടെ വലിയ നിരയുണ്ട്. പാത്രത്തിലെ അവസാന വറ്റുവരെ അവർ അന്നമാക്കുന്നു. ഗാസൻ ജനതയുടെ ജീവന നേർക്കു മാത്രമല്ല അന്തസ്സിനു നേർക്കുമുള്ള ആക്രമണം കൂടിയാണിതെന്ന് വിമർശിക്കുന്നു UN. Every day that Gaza goes without basic supplies, including food, it means babies, children are going to bed hungry. Every day without these basic supplies, Gaza inches closer towards very, very deep hunger. അതേസമയം ഗാസയിലെ ഭക്ഷ്യപ്രതിസന്ധി കള്ളക്കഥയാണെന്നാണ് ഇസ്രായേലിന്റെ വാദം. 42 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ 25,000 സഹായ ട്രക്കുകൾ ഗാസയിൽ പ്രവേശിച്ചെന്നും ഹമാസ് ഈ സഹായം ദുരുപയോഗം ചെയ്തുവെന്നും ഇസ്രായേൽ പറയുന്നു. എന്നാൽ ഈ വാദം നിഷേധിക്കുന്ന ഹമാസ് ഇസ്രായേൽ പട്ടിണി ആയുധമാക്കുന്നുവെന്ന് ആരോപിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.